ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലവ് ബേഡ്സ് കേജിൽ ചെറിയ പല്ലി, അതുപോലെ തന്നെ പാമ്പ്, പിന്നെ മറ്റേ ബേഡ്സിൻ്റെ ശല്യം വരാതിരിക്കാനുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം നോക്കാൻ പോകണ വല്ല ബേഡ്സ് നമ്മളെ കേജിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു മിററാണ് ഗൈസ്. അപ്പോൾ ഈ മിറർ നമ്മളെ കൂടിന് ഫേസ് ചെയ്ത് നമ്മൾ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റ് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കേജിലടിക്കാൻ തക്കത്തിന് വേണം വയ്ക്കാനുള്ള. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ വല്ല ബേഡ്സ് ഈ പരിസരത്ത് വല്ലയിടത്തും വന്നിരുന്നാൽ അവർക്കത് ഡിസ്റ്റർബൻസ് ആകും. അങ്ങനെ അവർ ഇവിടെ നിന്ന് വരാത്തൊരു രീതിയിൽ ആക്കാൻ പറ്റും. രണ്ടാമത് നോക്കാൻ പോകുന്നത് പാമ്പ് എങ്ങനെ വരാതിരിക്കാമെന്നാണ്. അപ്പോൾ ഗൈസ്, പാമ്പ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ മണ്ണെണ്ണ കേജിന് ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മന്ത്ലി വൺസ് സ്പ്രേ ചെയ്താൽ അതുപോലെ ചാര, പാമ്പ് ഇതൊന്നും നമ്മളെ കേജിൽ അടുക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാമ്പ് വരാതിരിക്കാനുള്ള ട്രിക്ക്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പല്ലി വരാതിരിക്കാനുള്ള ട്രിക്കാണ്. അപ്പോൾ ഗൈസ്, പല്ലി വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വെളുത്തുള്ളിയുടെ കഷ്ണം വേണം. കണ്ട ഗൈസ്, ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് നമ്മൾ നല്ലവണ്ണം ചതയ്ക്കണം. ചതച്ചിട്ട് തുണി കെട്ടി കണ്ട ഗൈസ്, ചട്ടി വയ്ക്കുന്ന ഇതുപോലത്തെ പോർഷനിൽ കോർണറായിട്ട് നമുക്ക് വച്ചു കൊടുക്കാം. ഷോപ്പിലൊക്കെ വേറെ ലിസാർഡിൻ്റെ സ്പ്രേ അതുപോലത്തെ ഗുളിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കാട്ടി ബെറ്റർ ചോയ്സാണിത്. അപ്പോൾ ബേഡ്സ് ഇരിക്കുമ്പോൾ ലിസാർഡ് അടുത്ത് വരും. അപ്പോൾ ഇത് നമ്മൾ ചതച്ചോ അല്ലാതെയോ ഇങ്ങനെ വച്ചു കൊടുത്താൽ ലിസാർഡ് നമ്മളെ കേജിൽ വരത്തില്ല. അതുപോലെ തന്നെ ഗൈസ്, കേജിൽ വെളുത്തുള്ളി വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് 2-3 മാസത്തിനുള്ളിൽ അത് പോവും. അതിനുശേഷം നമ്മൾ അത് എടുത്ത് കളഞ്ഞ ശേഷം വേറെ ഇതുപോലെ കോർണറിൽ വയ്ക്കുക. ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ദയവായി ഒന്ന് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ മരത്തിൻ്റെ ചോട്ടിലാണ് കേജ് വച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റേത് മരത്തിൻ്റെ ചോട്ടിലാണ്, അപ്പോൾ അതിൽ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ മരത്തിൻ്റെ ചില്ലയൊന്നും കേജിൽ തട്ടാവുന്ന രീതിയിൽ വയ്ക്കരുത്. വച്ചാൽ ഇതുപോലത്തെ ചെറിയ മീറുകൾ, ചെറിയ ഉറുമ്പും കാര്യങ്ങളൊക്കെ കേജിൻ്റെ അകത്ത് കയറി ലവ് ബേഡ്സിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മരത്തിൻ്റെ ചില്ല ഏതെങ്കിലും ഒന്ന് കൂട്ടിൽ ടച്ചായിട്ട് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഗൈസ്. ശ്രദ്ധിച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ ഉറുമ്പിൻ്റെ പ്രോബ്ലം വരത്തില്ല. അപ്പോൾ ഗൈസ്, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. ദയവൊന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെയും. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ കാശൊന്നും കൊടുക്കണ്ട. അപ്പോൾ കുറേ പേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓളിൽ വയ്ക്കാമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. ഗൈസ്, മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.